നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. ആ മത്സരത്തിൽ ഇന്ത്യക്ക് സമനില മത്സരം അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുകയായിരുന്നു. 0-0 എന്ന നിലയിലായിരുന്നു മത്സരം അവസാനിച്ചത്. എന്തായാലും ഇന്ത്യൻ ടീം ഒരു വിജയം കരസ്ഥമാക്കുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയായിരുന്നു ആരാധകർ ഇരുന്നത്. എന്നാൽ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യൻ ടീം ഒരു സമനിലയിൽ മത്സരം അവസാനിപ്പിച്ചത്. എന്തായാലും അതിനുശേഷം ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ചായ ഇഗോർ സ്റ്റിമാച്ച് പറഞ്ഞ വാക്കുകൾ തന്നെ നോക്കാം. ഞങ്ങൾ സൃഷ്ടിച്ച അവസരങ്ങൾ ഉപയോഗിച്ച് ഞങ്ങൾ ഗെയിം ജയിക്കുന്നതിന് വളരെ അടുത്തെത്തിയിരുന്നു എന്നും അറ്റാക്കിങ്ങിൽ ലഭ്യമായ എല്ലാ കളിക്കാരെയും ഞങ്ങൾ പരീക്ഷിച്ചു, പക്ഷേ ഒന്നും അനുകൂലമായി പ്രവർത്തിച്ചില്ല എന്നും അവസാന ഫലത്തിൽ ഞാൻ നിരാശനാണെന്നും കാരണം ഞങ്ങൾ 3-4 നല്ല അവസരങ്ങൾ സൃഷ്ടിച്ചു, ഞങ്ങൾക്ക് ഗോളടിക്കാൻ കഴിഞ്ഞില്ല. ഇത് വർഷങ്ങളായി ഞങ്ങളെ പിന്തുടരുന്ന പ്രശ്നമാണെന്നും ഇത് ഞങ്ങളുടെ ഫുട്ബോളിലെ പ്രധാന പ്രശ്നമാണെന്നും സ്റ്റിമാച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഇഗോർ സ്റ്റിമാച്ച് ഈ പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതോ ഇഗോർ സ്റ്റിമാച്ചിനെ മാറ്റി പുതിയൊരു ഇന്ത്യൻ ടീമിൻ്റെ കോച്ചിനെ കൊണ്ടുവരണമോ എന്നൊക്കെയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ? കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷ വാർത്തയേക്കുന്ന ന്യൂസാണ് ഇന്നലെ മുതൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഐബൻ ഡോംഗ്ലിങ്ങിൻ്റെ ജന്മദിനമായിരുന്നു ഇന്നലെ. എന്തായാലും പല താരങ്ങളും ഐബൻ ഡോംഗ്ലിങ്ങിന് ജന്മദിനം ആശംസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എഫ്.സി. ഗോവയുടെ വിദേശ താരമായ നോഹ സദോയി ജന്മദിനം ആശംസിച്ച് പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് എടുത്ത് ഐബൻ ഡോംഗ്ലിങ് റീഷെയർ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ലിങ്ക് അപ്പ് സൂൺ എന്ന് ഐബൻ ഇടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് നോഹ സദോയി എന്ന് പറയുന്ന വമ്പൻ വിദേശ താരം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താരം അങ്ങനെ ഇട്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത വർഷം എന്തായാലും നോഹ സദോയിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഏകദേശമല്ല, 100% കൺഫേം ആക്കിയിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സഹ കളിക്കാരൻ തന്നെ. അപ്പോൾ ഗൈസ്, ഒരു വമ്പൻ സൈനിങ് ബ്ലാസ്റ്റേഴ്സ് നടത്തിയിരിക്കുകയാണ്. വീഡിയോ